ഒരു തലച്ചോറ് അടിച്ച് പൊളിക്കുന്ന ഒരു സീനുണ്ട്. അയ്യോ, ശരിക്ക് മനസ്സിന് ധൈര്യമില്ലാത്തവർക്ക് ഈ പടം കണ്ടു കഴിഞ്ഞാൽ അപ്പം ബോധം കെട്ട് പോകും. എൻ്റെ മോനെ, എന്ത് പരിപാടിയാണ് ഈ സെബാസ്റ്റ്യൻ വാൻസിക്ക ചെയ്തു വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് ക്ലൈമാക്സ് സീനിൽ ഒരു ബ്ലേഡ് വെച്ചിട്ട് ഒരു പെട്രോൾ മിഷൻ വെച്ചിട്ട് കഴുത്തിങ്ങനെ അറത്തിട്ട് ഇങ്ങനെ അണ്ട് തട്ടിക്കളി, ഫുട്ബോൾ തട്ടണ പോലെ ഉണ്ട് തട്ടിക്കളിക്കും. ഒരു ഗംഭീര മൂവി, ഒന്നും പറയാല്ലാത്തൊരു കിടിലൻ മൂവി വെച്ചാൽ കിടിലൻ. നമുക്ക് സിനിമയിൽ നിന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, അതിൻ്റെ ഡബിൾ കിട്ടി അങ്ങനെ ഉണ്ടാവും. അതേപോലത്തെ ഒരു മൂവിയായിരുന്നു. നമുക്ക് ഇത്രയും സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള വേറൊരു മൂവി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പം അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈവിൽ ഡെഡ് മാൻ ടെക്നിക്കലി ആസ്തറ്റിക്കലി അത് വയലൻസിൻ്റെ പീക്ക് ലെവലിൽ അമ്മാതിരി പടമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡയറക്ടർ സെബാസ്റ്റ്യൻ വാൻസിക്. തലച്ചോറ് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ അതൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇനി വയലൻസ് ചെയ്യാനൊന്നുമില്ല, ചെയ്യാൻ തന്നെ മാക്സിമം ഇവർ ഇത് നമുക്ക് ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാമല്ലോ ഇതിൽ. വയലൻസ് എങ്ങനെയൊക്കെ നമുക്ക് അത്രയും പീക്ക് ലെവലിൽ ചെയ്യാൻ പറ്റും അതൊക്കെ ഇവർ മാക്സിമം ചെയ്തിട്ട് നമുക്ക് മുന്നിൽ കാണിച്ചിട്ടുണ്ട്. മനക്കെട്ടിലുള്ളവർക്ക് മാത്രം കാണാൻ പറ്റിയൊരു പടമാണിത്. അല്ലാത്തവരൊക്കെ ചിലപ്പോൾ തകർന്നു പോകും. ഇതിൻ്റെ സ്റ്റോറിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ആഴം എത്രയെന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കി തരികയാണ്. അതായത് ഇതിൻ്റെ പരിപാടി എന്താണെന്നുള്ളത് ഇതിൽ കാണിക്കാൻ പോകുന്ന, ഇതിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ജസ്റ്റ് ഒരു ബ്രീഫാണ് ഫസ്റ്റ് തന്നെ ഇവർ കാണിച്ചു തരുന്നത്. പിന്നാണ്ട് തുടങ്ങുകയാണ്. പിന്നെ ഒരു സെക്കൻഡ് പോലും നമ്മളെ സ്ക്രീനിൽ നിന്ന് കണ്ണടിപ്പിക്കാത്ത രീതിയിൽ സംഭാഷണങ്ങൾ കുറവാണ്. ഇതിൽ മെയിനായിട്ട് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഞെട്ടിപ്പിക്കൽ പരിപാടിയാണ്. വേറെ പുറത്തൊന്നും ആളൊന്നുമില്ല. ആ ഒരു കുടുംബത്തിലെ ആൾക്കാർ തമ്മിൽ തന്നെ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് എവരി ആക്ടേഴ്സ് അത്രയും ഗംഭീരമായിട്ടാണിത് അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. അത് എല്ലാം കൊണ്ടും ഒരു നല്ലൊരു മൂവി എന്ന് പറയാം. അതായത് ഇതിലൊന്നും ഡ്രോബാക്ക് ആയിട്ട് പറയാനില്ല. ആക്ടിങ് ആയാലും, അതുപോലെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ആയാലും, ഡയറക്ഷൻ ആയാലും, അതുപോലെ ഇതിൻ്റെ മ്യൂസിക് എല്ലാതും എവരി വൺ ഈസ് ഗുഡ്. അത്രയും ടോപ്പ് ലെവലായിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് വയലൻസ് മൂവി. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത് ഫിലിപ്പ് ലോസാനോ. അതിഗംഭീരമായിട്ടുള്ള വർക്ക്. എനിക്കിഷ്ടപ്പെട്ടൊരു സീനുണ്ട്. ഇവരിങ്ങനെ കാറിലൂടെ സഞ്ചരിക്കുക. അതായത് ഈ ഗോസ്റ്റ് ഇവരെ അറ്റാക്ക് ചെയ്തിട്ട് അവസാനം ഇതൊരു ആക്സിഡൻ്റ് ആവുന്നൊരു സീനുണ്ട്. ഒരു സ്കൈ ഷോട്ട്. ആ സ്കൈ ഷോട്ട് എടുത്തു വെച്ചിരിക്കുന്ന അയ്യോ, എന്നിട്ട് അതിലെ ഒരു സൈലൻസും ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര നല്ലൊരു സീനായിരുന്നു. ഇതിൻ്റെ മ്യൂസിക് ഡബിൾ ഡേഞ്ചർ. ഓരോ സീനും ഞെട്ടിക്കുന്ന ഈ BGM ഒക്കെ വെച്ചിട്ട് കറക്റ്റ് ടൈമിൽ അതും നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള BGM. ലാഗ് വരുത്താൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള നല്ല ഓരോ ഷോട്ടുകൾ നമുക്ക് ഈ എഡിറ്ററാണ് നമുക്ക് ലാസ്റ്റ് ഫൈനൽ കട്ടിങ് എഡിറ്ററാണ്. അപ്പോൾ ആ എഡിറ്റർ നല്ല രീതിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു മനോഹരമായ ഒരു സിനിമ നമുക്ക് മുന്നിൽ തന്നിട്ടുണ്ട് ഈ മാക്സിമി കാരോ. ഇതിലെ മെയിൻ കഥാപാത്രം ചെയ്തിട്ടുള്ളത് സൊഹൈല യാക്കൂബ്. അവസാനം രക്ഷപ്പെടുന്നത് ആ ലീഡിങ് ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആ ഒരു ആക്ട്രസ് മാത്രമാണ്. ബാക്കി എല്ലാത്തിനും തട്ടിക്കളും. പിന്നെ ഇതിലൊരു വയസ്സായിട്ടുള്ളൊരു മുത്തശ്ശിയുടെ റോളെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ്. ഒരു പ്രേക്ഷകനെ എങ്ങനെയൊക്കെ ഭയപ്പെടുത്താൻ പറ്റും അതിൻ്റെ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിക്കലാണ്. അത് എത്ര മാക്സിമം നന്നാക്കി നമുക്ക് തരാൻ പറ്റും അത് ഇവർ ചെയ്തിട്ടുണ്ട്. അത് ഓരോ ലിമിറ്റഡ് കഥാപാത്രങ്ങളാണ് ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ലിമിറ്റഡ് കഥാപാത്രങ്ങൾ വെച്ചിട്ട് അതായത് ഒരു വീട്ടിലെ കുടുംബം. ഇതിൽ പടം തുടങ്ങി കഴിഞ്ഞാൽ സാധാരണ ഒരു മൂവിയിൽ ഫസ്റ്റ് സീൻ നമുക്ക് ഒന്ന് ലാഗ് തോന്നിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതിലേക്കൊന്ന് ഇന്നാവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇതിൽ ആ പരിപാടിയില്ല. പടം തുടങ്ങുന്ന ഫസ്റ്റ് സെക്കൻഡിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം നമ്മളെ പേടിപ്പിക്കൽ. ഭയപ്പെടുത്തുന്നതിൻ്റെ പീക്ക് ലെവൽ അവസാനം വരെ നിലനിർത്താൻ സെബാസ്റ്റ്യൻ വാൻസിക് എന്ന ഈ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗംഭീര മേക്കിംഗ്. അതിനനുസരിച്ചുള്ള BGM അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി പ്ലസ് എഡിറ്റ്. ഇതിൻ്റെ എഡിറ്ററും കൂടി നമ്മൾ പറയണം. നല്ല രീതിയിൽ ഒരു സീന് പോലും ലാഗ് ചെയ്യിപ്പിക്കാതെ നമ്മളെ ആ സിനിമയെ പിടിച്ചിരുത്താൻ, ആ സിനിമയിലേക്ക് നമ്മളെ പിടിച്ചിരുത്താൻ അതിനനുസരിച്ചുള്ള സീൻ തന്നിട്ടുള്ള അതിൻ്റെ എഡിറ്റർ. ഇതിൻ്റെ ഒരു പരമ്പര നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ 6ാമത്തെ പരമ്പരയാണ്. ബാക്കി ബാലൻസ് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു മൂവിയായിരുന്നു
Evil Dead Bad.